പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് മാനവ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞ 6 ശത്രുക്കൾ. ഖുർആനാണ് പറഞ്ഞത് നിങ്ങൾക്ക് 6 ശത്രുക്കൾ ഉണ്ട് എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ മുമ്പിൽ ആ ശത്രുക്കളെ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ ആ ശത്രുവിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവൻ ശത്രുവാണ്, അവർ ശത്രുവാണ്, ആ പാർട്ടി ശത്രുവാണ്, ഈ സംഘടന ശത്രുവാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ മനക്കോട്ട കൂട്ടിയിരിക്കുന്ന ശത്രുക്കളെയാണോ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്? നമ്മുടെ ശത്രുവാരാണ്? നമ്മൾ കുറെ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആമുഖം പറഞ്ഞല്ലോ, ആ ശത്രുക്കളെ നമ്മൾ ഇങ്ങനെ മനസ്സിലോട്ട് കൊണ്ടുവരും. എന്നാ പഠിച്ചോ, നിങ്ങളിൽ ഏറ്റവും വലിയ ശത്രുവാരെന്നറിയോ? കുടവൂരുകാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിന്റെ ഏറ്റവും വലിയ ശത്രു അല്ലദീ ഖറജ മിനസുൽബിക, നിന്റെ നട്ടലിൽ നിന്ന് പുറത്തു വന്ന നിന്റെ മോനാണ്. ഒരു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞ മാത്രയിൽ ആ പ്രിയപ്പെട്ട ആ സഹോദരി 2-3 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആണെന്നറിഞ്ഞപ്പോ വലിയ മോഹം ഒരു കുഞ്ഞിനെ വളർത്താൻ. ആ പ്രിയപ്പെട്ട സഹോദരി പനി പിടിച്ചാല് ആവി പിടിക്കും, ചുമ വന്നാല് ചുക്ക് കാപ്പി കുടിക്കും. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നടുവേദന വന്നാൽ എന്തെങ്കിലും തൈലം തേച്ചുകൊണ്ട് ആശ്വാസം കണ്ടെത്തും, മരുന്ന് കഴിക്കില്ല. എന്താ കാര്യമെന്നറിയോ? തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാലോ, വൈകല്യം വന്നാലോ, അങ്ങനെ ചിന്തിച്ച് 9 മാസം കഴിഞ്ഞ് നിറവയറുമാകിട്ട് ലേബർ റൂമിനകത്ത് പോയി. ലേബർ റൂമിനകത്ത് ചെന്നപ്പോ പ്രസവം 2 രീതിയിൽ. ഒന്ന് സിസേറിയൻ അല്ലേ? ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് കൊടവൂരും പനവൂരും ഒക്കെ വേറെയാണ്. ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് പറയേ ഉറച്ചു പറ, സുഖപ്രസവം. സുഖപ്രസവം പെണ്ണുങ്ങൾ കേൾക്കണ്ട, നല്ല സുഖമാണ് പ്രസവിക്കാൻ. എല്ലാരും പറയും, എങ്ങനെ ഭാര്യ പ്രസവിച്ചു? അൽഹംദുലില്ലാഹ് ഭാര്യ പ്രസവിച്ചു. എങ്ങനെ? സുഖപ്രസവം. എന്തൊരു സുഖമായിരുന്നറിയോ? മരണത്തിനെ മുഖാമുഖം കാണുക. ഒരു നിമിഷത്തെ ആ വേദന അവൾക്ക് മറക്കാനുള്ള ഒരു ഫളില്, അത് മറന്ന് പ്രസവിച്ച് കുഞ്ഞിനെ കയ്യിൽ കൊടുത്ത് തന്റെ മാതൃത്വം തെളിയിക്കപ്പെട്ട് തന്റെ സ്തനത്തിൽ നിന്ന് പാനം നടത്തി ആ കുഞ്ഞിനെ ഒന്ന് തലോടുമ്പോ ആ പെണ്ണിനുണ്ടാകുന്ന മാതൃത്വത്തിന്റെ ആ ഒരു തികവ്, ആ ഒരു മാഹാത്മ്യം ആ പെണ്ണിങ്ങനെ അനുഭവിക്കുന്ന, ഞാനൊരു ഉമ്മയായി എന്റെ സ്ത്രീത്വം തെളിയിക്കപ്പെട്ടു എന്ന ചിന്ത. അപ്പോഴാണ് കെട്ടിയോൻ കയറി വരുന്നത് 1 കിലോ കപ്പപ്പഴമായിട്ട്. എന്തെങ്കിലും ദേഷ്യം കാണിക്കോ? എന്തെങ്കിലും വെറുപ്പ് കാണിക്കോ? കണ്ടോയിക്ക നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിപ്പിക്കും. ഒരു അരമണിക്കൂർ മുമ്പത്തെ ഒരു 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ വേദന നമ്മളങ്ങ് മറന്നു. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോ ഈ പെണ്ണ് പ്രസവിച്ചു, നൊന്തു പെറ്റു. എന്നിട്ട് എങ്ങും പോകില്ല. കുഞ്ഞിനെ നോക്കിയിരിക്കും. കാല് വളരുന്നോ, കൈ വളരുന്നോ, തലമുടി വളരുന്നോ, പുരികം വളരുന്നോ, നോക്കി ആറ്റുനോറ്റ് നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. വളർത്തി 18 വയസ്സായി. ശൈശവം പിന്നിട്ട്, ബാല്യം പിന്നിട്ട്, കൗമാരം പിന്നിട്ട്, യൗവനത്തിലേക്ക് എത്തി 18 വയസ്സായി. ഇതിനിടയിൽ കാണാമറയത്തുള്ള ഒരാളും കൂടിയുണ്ട്. കൺവെട്ടത്തുള്ള ഉമ്മ ഇതൊക്കെ ചെയ്യുമ്പോഴും കാണാമറയത്ത് കഷ്ടപ്പെട്ട് എല്ല് മുറുകെ പണിയെടുത്ത് ചോര നീരാക്കി കൊണ്ടുവന്ന് ഈ ചെറിയ കിളികൾ അതിന്റെ വിറകുകൾ കൊണ്ട്
കൊണ്ടുവന്ന് കൂട് നിർമ്മിക്കാൻ ശേഖരിക്കുന്നത് പോലെ ഒരുമിച്ച് കൂട്ടി കൂട്ടി അവിടെയിട്ട് ഇവിടെയിട്ട് അവിടെ നിന്നും പറ്റിപ്പ് കിട്ടി ഇവിടെ നിന്നും തേപ്പ് കിട്ടി അവസാനം ഉള്ളതൊക്കെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി 15-20 പവൻ സ്വർണം ഉണ്ടാക്കി. എന്റെ മോക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഇപ്പോ ആ മകളെ, നല്ല ഒരു മരുമകനെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരുത്തനെ കണ്ടെത്തണം. അങ്ങനെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ദുആയോടെ, പ്രാർത്ഥനയോടെ കാത്തിരുന്ന് നേരം വെളുത്ത് നോക്കുമ്പോ 20 പവനും ഇല്ല, പൊന്നാര മോളും ഇല്ല. പിന്നെയാണ് അറിയുന്നത് ഒരുത്തനോടൊപ്പം സ്ഥലം വിട്ടിരിക്കുന്നു. ഉമ്മയും വാപ്പയും പറഞ്ഞു അവൾക്ക് ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു, പക്ഷെ നമ്മളെ വിട്ട് പോകാൻ അവൾക്ക് പറ്റൂല. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് കോടതിയിൽ അവളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കാൻ. ആ സമയത്ത് മോളെ, ഉമ്മച്ചി എല്ലാം പൊറുക്കാം, വാപ്പ എല്ലാം പൊറുക്കാം, നീ വാ എന്ന് പറയുമ്പോ ഏതുമ്മ? നിങ്ങളിൽ നിന്ന് മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും അല്ലാതെ എന്തെങ്കിലും ഞാൻ നേരിട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് ഈ അണ്ണം മതി, എന്നെ പൊന്നുപോലെ നോക്കും. ഏത് കരിവണ്ട് കണക്ക് നിൽക്കേണ്ട ഒരുത്തൻ. സുന്ദരിയായ പെണ്ണ് കരിവണ്ടിന്റോടൊപ്പം ഒളിച്ചോടി നല്ലൊരു മാപ്പിളയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള വാപ്പയുടെ ഉമ്മയുടെ സകല സങ്കല്പങ്ങളെയും തെറ്റിച്ച് ഏതോ പോകുമ്പോ ഒരു നല്ല കാണാനൊരു മൊഞ്ചുള്ളവരോടെ പോണ്ടേ, ഇതിനു വേണ്ടി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിരിക്കുക. ഞാൻ കുറ്റം പറയല്ല, ഒരു കോടതിയിൽ പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളെ തീരുമാനിക്കട്ടെ, മോൾക്ക് വിട്ടിരിക്കുകയാണ്. ഈ പറയുന്നവൻ എത്ര ആവേശത്തോടെ പറയാൻ, മോള് തീരുമാനിക്കട്ടെ. ഈ പറയുന്നവന്റെ വീട്ടിൽ നിന്ന് സ്വന്തം മോൾ ഒളിച്ചോടി പോകുമ്പോഴേ അതിന്റെ നീറ്റൽ ഉണ്ടാവുള്ളൂ, അപ്പോഴേ അതിന് നീറ്റൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് ഒളിച്ചോടി പോയി. പാപ്പയും ഉമ്മയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരുത്തനോടൊപ്പം പോയി. പോട്ടെ, നമ്മൾ ചിന്തിക്കും പോട്ടെ, മരിച്ചു എന്റെ മോള്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മകൾക്ക് സർവ്വതും നഷ്ടപ്പെട്ടു. ചരച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെ ആ പാവപ്പെട്ട പെൺകുട്ടി അവിടെ പീഡനങ്ങൾ ഏൽക്കാൻ തുടങ്ങി. അവസാനം വീട്ടിലേക്ക് വിളിച്ചു. പതിഞ്ഞ സ്വരത്തിൽ വാപ്പ ഫോൺ എടുത്തപ്പോൾ, ഉമ്മ ഫോൺ എടുത്തപ്പോൾ ഉമ്മയോട് മോള് പറഞ്ഞു, ഉമ്മ ഞാൻ വന്നോട്ടെ. ഒരൊറ്റ ഫോൺ വെപ്പാൻ എന്താ പറഞ്ഞിട്ട്, ഇങ്ങനൊരു മോളില്ല, മരിച്ചു. എന്നാലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ മോളെ കളയാൻ പറ്റില്ല, വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ വിളിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൾക്ക് അവൻ കൊടുത്ത സമ്മാനമായി കിട്ടിയ കുട്ടിയുമായിട്ട് കയറി വരുന്ന മകള് ഇവിടെ എങ്ങനെയൊക്കെയോ കുടിച്ച് തിന്ന് ജീവിച്ചു. ഈ വാപ്പ പറയുന്നു പോട്ടെ, എന്ത് ചെയ്യാൻ, അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഇവിടെയോ എനിക്ക് നാണക്കേടായി. ആ വാപ്പാക്ക് പിന്നെ പള്ളിയിൽ പോകാൻ വയ്യ, ആളുകളൊക്കെ നോക്കുന്നത് പിന്നെ അങ്ങേരെയാ. മോൾക്ക്, ഉമ്മാക്ക് മറ്റു സ്ഥലങ്ങളിൽ മരിപ്പിനോ കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. അവിടെ ഒക്കെയും പോയാൽ എല്ലാരും നോക്കുന്നത് ഈ പാവപ്പെട്ട ഉമ്മയെയാണ്. ഇളയ കുട്ടിക്ക് പിന്നെ ആലോചനകളൊന്നും വരുന്നില്ല. എല്ലാം മൂത്ത പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തെ പറ്റിയിട്ട് മാത്രമേ പറയാനുള്ളൂ. കുടുംബം നശിച്ചു, എല്ലാ രീതിയിലും അവര് വല്ലാത്ത സങ്കടത്തിലായി. അപ്പോഴും ബാപ്പയും ഉമ്മയും പറയുന്നത് പോട്ടെ, എന്ത് ചെയ്യാൻ, നാളെ പരലോകത്തെങ്കിലും നമുക്ക് രക്ഷപ്പെടാമല്ലോ. ചിന്തയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ എത്തുമ്പോ ഈ ഒളിച്ചോടിയ പെണ്ണ് വന്നിട്ട് റബ്ബിനോട് പറയുന്ന പദം എന്താണെന്നറിയോ? റബ്ബനാ വാതിഹിം ലൈഫൈനി മിനൽ അദാബ്, എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഡബിൾ ശിക്ഷ കൊടു തമ്പുരാനേ. അവിടെയും നമുക്ക് നന്നായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആ നിലയിൽ ഇഹത്തിലും പരത്തിലും നമ്മുടെ ശത്രുവായി മാറിയ മോള് ഖുർആൻ പറഞ്ഞതിൽ വല്ലതും തെറ്റുണ്ടോ? തെറ്റില്ല. സഹോദരി, നീ വാങ്ങിയതിന്റെ ബാലൻസ് പൈസ, പാല് വാങ്ങിയതിന്റെ ബാക്കി, ഫീസ് അടച്ചതിന്റെ ബാക്കി, ഗ്യാസ് എടുത്തതിന്റെ ബാക്കി, ഇതെല്ലാം സ്വരൂപിച്ച് കലത്തിൽ ഭർത്താവ് നോക്കാത്തടുത്തിടണമല്ലോ. ഭർത്താവ് നോക്കാത്തടുത്തിടണമെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. അരിക്കലത്തിലൊക്കെ പെണ്ണ് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർ ഓടി അരിക്കല ആദ്യം തപ്പുന്നേ. ഭർത്താവ് കാണാത്തടുത്ത് നിങ്ങൾക്ക് പൈസ വെക്കണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. കുടുംബ ക്ലാസ് ആയിരുന്നെങ്കിൽ അത് പയറ്റിയേനെ. പക്ഷെ ഇപ്പൊ പറയുമ്പോ എന്തായാലും ഭർത്താക്കന്മാര് കേൾക്കുന്ന ആൾ അവിടെ ആയിരിക്കും ആദ്യം തപ്പുക. ഭർത്താക്കന്മാര് കാണാത്തടുത്ത് പൈസ വെക്കണമെങ്കിൽ ഖുർആനകത്ത് വെച്ചാൽ മതി. ഈ കാക്ക ജീവിതത്തിൽ തൊടാത്തൊരു സാധനമാണ്. അവിടെ ഭദ്രമായി ഇരുന്നോളും.
ഈ പൈസ എവിടെയോ നീ സൂക്ഷിച്ചു വെച്ചു. ആ പൈസ ആരും കാണാതെ നീ പൂഴ്ത്തി വെച്ചു. എന്തിനാന്നറിയോ? ഒന്നിനുമല്ല. റബീഉൽ അവ്വൽ വരുമ്പോ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കണം. റമളാൻ വരുമ്പോ ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇയാളാണെങ്കിൽ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഒരു ദിവസം ബാലൻസ് വന്ന പൈസ വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം എടുക്കുമ്പോ അതിനകത്ത് പൈസ കാണാനില്ല. ഇതെന്ത് ചെയ്തു? ഇതാര് മോഷ്ടിച്ചു? നോക്കുമ്പോണ്ട് 4 കാലിൽ വരുന്നുണ്ട് കെട്ടിയോൻ. അയാൾ എടുത്തോണ്ട് പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഭർത്താവ് നിങ്ങളുടെ ശത്രുവല്ലാന്ന്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹദറുഹും. നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്. എല്ലാ മക്കളും അല്ല. ലൈഫായ ഹദീസാണെങ്കിലും ഞാനൊന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജർവ കൽബിനെ വളർത്തലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ പട്ടിക്കുട്ടിയെ വളർത്തലാണ്. ഈ സ്റ്റേജിനടിയിൽ വന്ന പട്ടിയെ പോലെ നമ്മൾ ഓട്ടിച്ചില്ലേ? അള്ളാന്റെ ഹബീബ് പറയുന്നു, അവസാന കാലത്ത് സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ജർവ കൽബ്. ജർവ കൽബ് എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി, അതിനെ വളർത്തലാ നല്ലത്. അത് വാലെങ്കിലും ആട്ടി കാണിക്കും. ഇത് നമ്മുടെ വാലും തലയും മുറിച്ചോണ്ട് പോകാനേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ശത്രുവാകുന്നതെന്നറിയോ? അതും കൂടെ കേട്ടോളി. ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ശത്രുവാകുന്നത് എങ്ങനെയാണ്? എന്റെ സമുദായത്തിൽ ഒരു കാലം വരാനുണ്ട്. ആ കാലം വന്നാൽ അവന്റെ നാശം അവന്റെ ഭാര്യ മക്കളുടെ കൈ കൊണ്ടാണ്. സഹാബത്ത് അത്ഭുതത്തോടെ സംബീതരായി, പരിഭ്രമചിത്തരായി, വിശാരവിശ്വരായി, വിഷണ്ണരായി, ഭയവിഹുലരായി അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കൈകൊണ്ട്, മക്കളുടെ കൈകൊണ്ട് ഒരാളെ നശിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞെന്തെന്നറിയോ? ജീവിത പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്നത് പെണ്ണാണ്. രാത്രി കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നപ്പോ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുന്നു, എനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്റെ കൂട്ടുകാരികൾക്കൊക്കെ നല്ല വീടായി, അതുകൊണ്ട് എനിക്കും ഒരാഗ്രഹമില്ലേ നല്ലൊരു വീട്ടിൽ കിടക്കാൻ? എന്നും ഈ വീട്ടിൽ തന്നെ കിടന്നാലോ? അയാള് ചോദിക്കുന്നു, പെണ്ണെ ഞാൻ എന്ത് ചെയ്യാനാ? 300 400 രൂപ ദിവസം കിട്ടുന്നു, എങ്ങനെ വീടുണ്ടാക്കാനാ? അവസാനം ഭാര്യ പൊന്നെ ചക്കരേന്നൊക്കെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുന്നു, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ലോൺ എടുക്കുമോ? അങ്ങനെ ബാങ്കിൽ ചെന്ന് ലോൺ എടുത്തു. അയാളോട് പറഞ്ഞു, അയാൾ ചോദിച്ചു, ലോൺ എടുത്താൽ പിന്നെ എങ്ങനാ മോളെ അടയ്ക്കുക? അതിന് നിങ്ങൾ ഗൾഫിൽ പോകണം. ഒരാണെന്നും പറഞ്ഞിട്ട് നടക്കുകയാണല്ലോ. നിങ്ങളൊരാണാണോ? 3 മക്കളെ വാപ്പയോട് പെണ്ണ് ചോദിക്കുന്നു, ആണാണോ? അതെ. അങ്ങനെ ആ പാവപ്പെട്ടവൻ അതില് വീണു. തലേണമമ്പലത്തിൽ വീണിട്ട് ലോൺ എടുത്തു വീട് വെച്ചു. ആ 10 ലക്ഷം ലോൺ എടുത്തിട്ട് വീട് വെച്ചു. രണ്ട് ഡോർ ഇട്ടു, ഫ്രണ്ടിലും ബാക്കിലും 2 ഡോർ ഇട്ടു. ഒന്ന് കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് അകത്ത് താമസം ആരംഭിച്ചു. ഈ ലോൺ പിറ്റേ മാസം മൂലം അടയ്ക്കണമല്ലോ. അതിന് പാവപ്പെട്ടവന് വിദേശത്ത് പോവുകയാ. 10 വർഷം 10 ലക്ഷം രൂപയുടെ ലോൺ അടയ്ക്കാൻ 10 വർഷം ഗൾഫിൽ നിന്നു. സുബ്ഹാനല്ലാഹ്. അടച്ചിരുന്നപ്പോ മുതൽ അങ്ങനെയുണ്ട്, പലിശ മാത്രമേ അടഞ്ഞിട്ടുള്ളൂ. അവസാനം അവിടെ നിന്ന് കയറി വന്നു ഷുഗർ, അവിടെ നിന്ന് കയറി വന്നു പ്രഷറായി. എല്ലാ രോഗങ്ങളും ആ ശരീരത്തെ കാർന്ന് തിന്നാൻ തുടങ്ങി. അവസാനം ഭർത്താവ് വന്നിട്ട് ആ സ്ഥലവും വീടും അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. വാടക വീട്ടിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വാടക കൊടുത്തു മുടിഞ്ഞ് ഒരു ഭാഗത്ത് പോകുമ്പോൾ പലിശക്കാര് വിടുന്നില്ല, ഒരു ഭാഗത്ത് ഭാര്യയുടെ കുറ്റപ്പെടുത്തല്, ഒരു ഭാഗത്ത് നാണക്കേട്. ഇതെല്ലാം അനുഭവിച്ചിട്ട് മാനസിക വ്യഥയോടെ ഒരു ദിവസം തന്റെ പറമ്പില് അല്ലെങ്കിൽ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിലെ കയറ് കഴുത്തിൽ കുരുക്കിയിട്ട് ആത്മഹത്യ ചെയ്തു. ചോദിക്കട്ടെ ചെറുപ്പക്കാര്, ഈ
പാവപ്പെട്ട സഹോദരൻ മരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പെണ്ണിന്റെ ദുരാഗ്രഹമല്ലേ? പ്രാരാബ്ദങ്ങളെ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്ന പെണ്ണ്, അതും നീ നിന്റെ ഭർത്താവിന്റെ ശത്രുവാ. ഇത് നമുക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബിനോട് അല്ല പറഞ്ഞു, നബിയെ വിളിക്ക് ഭാര്യമാരെ, മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسودا صفية ميمونة ورملا هند وزينب كذا جويريا للمؤمنين أمهات مرليا. ഭാര്യമാരെ മുഴുവനും വിളിച്ചു. എന്നിട്ട് നബിയെ, ചോരയ്ക്ക് പട്ടിണിയാകും നിങ്ങൾക്ക് ഉണ്ടാവുക, സഹിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടാം. ആയിഷ ബീവിയുടെ അടുത്തെത്തിയപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ നീ അഭിപ്രായം പറയണ്ട, എന്നോടുള്ള സ്നേഹം കൊണ്ട്, നിന്റെ പ്രായത്തിന്റെ ചാപല്യം കൊണ്ട് നീ അതേ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്റെ അഭിപ്രായം വാപ്പ അബൂബക്കർ പറയട്ടെ, ഉമ്മ റൂമാം പറയട്ടെ. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ എല്ലാ ഭാര്യമാരും ഏകസ്വരത്തിൽ പറഞ്ഞു. അബൂബക്കർ തങ്ങളും പറഞ്ഞു, നബിയേ, സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരയാണ് വൈവാഹികം. സന്തോഷം വന്നാലും ഒരുമിച്ച്, ദുഃഖം വന്നാലും ഒരുമിച്ച് ഞങ്ങൾ സഹിച്ചു നിന്നോളാം. ഒരു പെണ്ണിനെ കൊണ്ട് പറ്റൂല, ഒരു സ്ത്രീയെ കൊണ്ട് പറ്റില്ല നിൽക്കാൻ. ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറുമ്പോ പറിച്ചു നടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വന്തം വീട്ടില് പെണ്ണിനോട് പറയുന്നത് എന്താ? സ്നേഹം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുമ്പോ ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ലെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ, സ്വന്തം വീട്ടിൽ വെച്ച പെണ്ണുങ്ങളോട് പറയുന്നത് എന്താ? പെൺമക്കളോട്, നീ ഇവിടെ വളരേണ്ടതല്ല, നീ വേറെ ഏതോ വീട്ടിൽ വളരേണ്ടതാണ്. ശരിയല്ലേ? 18 വയസ്സാകുമ്പോ കെട്ടിച്ച് നീ വേറെ വിടൂലേ? നീ വേറെ ഒരുത്തിക്ക് കലവും ചട്ടിയും കഴിവാനുള്ളവളാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പറയും. ഇനി കെട്ടി അവിടെ കൊണ്ടുപോയാൽ അവിടെ പറയുന്നതോ, നീ ഇവിടത്തെവളല്ല, നീ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. അവ ദുനിയാവില് ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയാത്തൊരു സമൂഹമാണ് സ്ത്രീ സമൂഹം. പക്ഷെ അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് ഭാര്യമാരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിക്കണോ പോകണോ? ഞങ്ങൾ നിന്നോളാം, നിക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ച്, ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ വന്ന് അവസാനം ഓരോ മനുഷ്യനും പലിശയ്ക്ക് പണമെടുപ്പിക്കുന്നു. നിങ്ങൾക്കറിയൂലേ, വനാന്തരത്തിലൂടെ, ഘോരവനത്തിലൂടെ സപ്തർഷിമാര് സഞ്ചിയും തോളത്ത് തൂക്കി വരികയാണ്. സഞ്ചിയും തോളത്ത് തൂക്കി സപ്തർഷിമാര് വരുമ്പോ വനവേടം മുന്നിൽ വന്ന് പിടികൂടി. വനവേടം വന്നിട്ട് സഞ്ചി പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് സപ്തർഷിമാര് ചോദിച്ചു, അത്ര വനവേട, എന്തിനാ പിടിച്ചു പറിക്കുന്നത്? എന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാ. വനവേടനോട് സപ്തർഷിമാര് ചോദിച്ചു, വനവേട, നീ പിടിച്ചു പറിക്കുന്നത് യമലോകത്ത് ശിക്ഷിക്കപ്പെടും. അന്ന് ശിക്ഷ നീ ഒറ്റയ്ക്ക് വാങ്ങുവോ, അതെ നിന്റെ ഭാര്യ കൂടി പങ്കാവോ? നിന്റെ ഭാര്യ കൂടി ശിക്ഷ പങ്കാവോ, അതെ നീ ഒറ്റയ്ക്ക് സഹിക്കുവോ? സപ്തർഷിമാരോട് വനവേടം പറഞ്ഞു, എനിക്കറിയില്ല, ചോദിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. വനവേടൻ ഓടി വന്നു ഭാര്യയോട് ചോദിച്ചു, അല്ല, നീ പിടിച്ചു പറിക്കപ്പെട്ട് ഞാൻ പിടിച്ചു പറിച്ചു കൊണ്ടുതരുന്ന സാധനം നീ തിന്നുന്നു, നാളെ യമലോകത്ത് ശിക്ഷ വാങ്ങുമ്പോ എന്നോടൊപ്പം നീ കൂടെ ശിക്ഷ പകുത്തെടുക്കുമെന്ന് ചോദിച്ചു. ഭാര്യ വനവേടനോട് പറഞ്ഞു, പിടിച്ചു പറിച്ചുകൊണ്ട് തരേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, ശിക്ഷ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇടിയൊക്കെ നിങ്ങൾ തന്നെ വാങ്ങണം, ഞാൻ വാങ്ങൂല, ഞാൻ വാങ്ങൂല. വനവേടൻ ഓടി സപ്തർഷിമാരുടെ മുമ്പിൽ വന്നു. ഒരു ചുവട് മുന്നോട്ട് വെക്കാതെ സപ്തർഷിമാര് വനവേടനെ കാത്തുനിന്നു. വനവേടൻ വന്നിട്ട് പറഞ്ഞു സപ്തർഷിമാരോട്, മഹർഷിമാരെ, ഒരിക്കലും എന്റെ ഭാര്യ എന്റെ ശിക്ഷ പകുത്തെടുക്കൂല. ആ സമയത്ത് സപ്തർഷിമാര് ചോദിച്ചു, ഇനി പറ, നിനക്ക് മോഷ്ടിക്കണോ പിടിച്ചു പറിക്കണോ? വേണ്ട, ഞാൻ നിർത്തി. ഇനി എന്താ നിന്റെ പരിപാടി? എനിക്ക് ധ്യാന നിമഗ്നനാകണം. ആരുടെയും കണ്ണിൽ പെടാത്ത ഒരു സ്ഥലം ചൂണ്ടിക്കാണി
ചൂണ്ടിക്കാണിച്ച് സപ്തർഷിമാരുടെ ഇടപെടലിലൂടെ പിടിച്ചു പറിക്കാമെന്ന വനവേടൻ ധ്യാനം കൊണ്ടു. ആ ധ്യാനത്തിലിരുന്ന് 4 ഭാഗത്ത് ചിതൽ പുറ്റു വന്നു. 4 ഭാഗത്ത് ഉറുമ്പ് കൂട് വെച്ചു, വലിയ കൂട് കെട്ടി. ആ വനവേടൻ ആരെന്നറിയോ? വനവേടനാണ് പ്രിയപ്പെട്ടവരെ മാനുഷാദ അരുത് കാട്ടാള എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി. വാൽമീകി എന്ന് പറഞ്ഞാൽ തന്നെ ഉറുമ്പിന്റെ പുറ്റെന്നാണ്. ഉറുമ്പിന്റെ പുറ്റിനിടയിൽ ചിതൽ പുറ്റിനിടയിൽ എന്തുകൊണ്ട് ധ്യാന നിമഗ്നനായിരിക്കുന്ന ആ വനവേടൻ എന്തുകൊണ്ട് ഇങ്ങനെയായി? ഒരു കാര്യം നമ്മൾ അറിയണം, ശിക്ഷകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വഹിക്കണം. ഭാര്യാമക്കള് അവരെ നമ്മളെ പലതും പ്രലോഭിപ്പിക്കും. അത് കൂടെ നിൽക്കുന്ന ഭാര്യമാരുമുണ്ട്, അഷ്റഫുൽ ഖൽക്കിന്റെ മഹതിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ കഴിയണം. ഒരിക്കലും കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാകരുത്. അത് തെറ്റുകൾ ചെയ്യിപ്പിക്കുമ്പോഴാണ്. എപ്പോഴും നമ്മൾ അറിയണം എങ്ങനെയാണ് വേടൻ വന്നിട്ട് വല വിരിക്കുന്നത്. വിശപ്പ് കൊണ്ടാണ്. വേടൻ വല വിരിച്ചത് എന്തിനാണ്? വിശപ്പ് കൊണ്ട്. ഈ വേട്ട മൃഗം വലയിൽ കുടുങ്ങിയത് എന്തിന്റെ പേരിലാണ്? മനസ്സിലായില്ല. ചൂണ്ടയും ഇട്ടുകൊണ്ട് പാലത്തിന്റെ മുകളിൽ ചൂണ്ട ഇട്ടുകൊണ്ടെടുത്ത് നിൽക്കുന്നു. അവന് വിശപ്പ് കൊണ്ടാണ് ചൂണ്ടയിടുന്നത്. ആ മീൻ കിട്ടിയിട്ട് വേണം പൊരിച്ച് തിന്നാൻ, വിശപ്പടക്കാൻ. ഈ ചൂണ്ടയിൽ വന്ന് പിടിക്കുന്ന മീൻ എന്തുകൊണ്ടാ പിടിക്കുന്നത്? വിശപ്പ് കൊണ്ടാണ്. ആ ചൂണ്ടയുടെ അഗ്രഭാഗത്ത് വേസ്റ്റ് കെട്ടിയിട്ട് തീറ്റയാണെന്ന് പറഞ്ഞ് ആ മത്സ്യം വന്ന് അതിൽ പിടിക്കും. വിശപ്പ്, മീനിനും വിശപ്പ്, മീൻ പിടിക്കുന്ന മുക്കുവനും വിശപ്പ്, ലോകത്ത് വിശപ്പോട് വിശപ്പ്. പക്ഷേ അള്ളാഹു അനുവദിച്ച മാർഗത്തിലല്ലാതെ ഒരാളും മറ്റൊരാളെ പ്രേരിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ സ്വന്തം ഭർത്താവ് ഭാര്യയുടെ ശത്രു, സ്വന്തം ഭാര്യ ഭർത്താവിന്റെ ശത്രു, മക്കൾ ശത്രുവോട് ശത്രു. ഇതാണ് 3ാമത്തെ ശത്രു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറിച്ച് ഈ മക്കള് എന്താകണം? ഈ മക്കളാകേണ്ടത് മറ്റൊന്നുമല്ല, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. പടച്ചവനെ, എന്റെ സന്താന പരമ്പരകളിലും എന്റെ ഇണകളിലും ഭാര്യ ദ്വാരക്കുമ്പോ ഭർത്താവ്, ഭർത്താവ് ദ്വാരക്കുമ്പോ ഭാര്യ. അല്ലാഹുവേ, എന്റെ ഇണകളിലും എന്റെ സന്താനങ്ങളിലും ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഖുർറത അയുനിൻ, കണ്ണിന് കുളിർമയാണ് റബ്ബേ. കണ്ണിന് കുളിർമ തരണേ അല്ലാ. എന്റെ മക്കൾ എനിക്ക് കണ്ണിന് കുളിർമയാകണം. എന്റെ ഭാര്യ ഭർത്താവേ, എന്റെ ഭർത്താവേ ഭാര്യ കണ്ണിന് കുളിർമയാകണം. ആ കുളിർമയായി മാറണം, ശത്രുവാകരുത്. ഇതാണ് ഖുർആൻ പറഞ്ഞ 3ാമത്തെ ശത്രു. ഇനി 4ഉം 5ഉം 6ഉം ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ആ ശത്രുക്കളെ കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കി ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പാഠം ഉൾക്കൊണ്ട് ശത്രുവിനെ തിരിച്ചറിയലാണ് ഏറ്റവും വലിയ ധീരത. അല്ലാതെ ശത്രുവിനെ മനസ്സിലാക്കാതെ പോകുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ശൂരത്വമാണ്. അതുകൊണ്ട് കൃത്യമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശത്രുവിനെ തിരിച്ചറിയാൻ കരുതിയിരിക്കുക. 4ാമത്തെ ശത്രു എന്ന് പറയുന്നത് മുനാഫിഖാൻ, കപട വിശ്വാസികളാണ്. നമുക്കറിയാൻ പറ്റൂല, നെഞ്ചറ്റം വരെ ദാടി കാണും, നെഞ്ചറ്റം വരെ ദാടി കാണും. നിസ്കാരത്തഴമ്പ് അടുപ്പിന്റെ കല്ല് 3 കല്ല് പോലെയായിരിക്കും, കണങ്കാലിന് മുകളിൽ മുണ്ടുണ്ടായിരിക്കും. അവരുടെ ആകാര വടിവ് കയ്യിൽ തസ്ബീഹ് മാലയായിരിക്കും, വിരലുകളിൽ ഓരോ വിരലിലും എന്താ കൗണ്ടറായിരിക്കും. ഇതില് സലാത്തിയല്ല, ഇതില് ദിക്റില്ല, ഇതില് സുബ്ഹാനല്ലാഹല്ല, അങ്ങനെയൊക്കെ നടക്കും. അല്ലാഹ് പറയുന്നു, വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, നിങ്ങൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതമായിരിക്കും. അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വല്ലാതെ അതിൽ ആകൃഷ്ടരായി ആകാര ആ ഒരു സൗകുമാരിതയിൽ ആ വാക് സാമർത്ഥ്യത്തിൽ നിങ്ങൾ വീണു പോകും. കന്നഹും ഹുശുബും മുസന്നദ, പക്ഷേ ചാരി വെച്ച കൊന്ന തടി പോലെയാണ് ഇവനൊക്കെ. അറിയാൻ പറ്റില്ല, ചിലപ്പോ പേര് അബ്ദുള്ള എന്നായിരിക്കും, ചിലപ്പോ ആരിഫ് എന്നായിരിക്കും. ഇതൊക്കെ മുസ്ലിമാണ്. പേര് കേട്ടാൽ അല്ലോ എന്തൊരു പേരാ, അല്ലെങ്കിൽ ആളിനെ കണ്ടാൽ എന്തൊരു
കുറവാണ്, സംസാരിക്കുന്നത് കേട്ടാൽ എന്തിന്റെ കുറവാണ്, പക്ഷേ ഇവരൊക്കെ മുനാഫിക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു. ഹുമുൽ അദുവ്വു ഫഹ്ദറൂഹും, ഗൗരവത്തോടെ ഇരുന്നോ, ഇവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ഞാൻ 2-3 അടയാളങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഇബ്നു കസീറിൽ കൊടുത്തിട്ടുള്ള ഒരു 4-5 അടയാളങ്ങളുടെ മുനാഫിക്കിൻ്റെത് പറയാം, നമ്മളിൽ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. 5-6 ഏതാണെന്ന് കൂടി പറയും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 4ാമത്തെ ശത്രു മുനാഫിക്കാണ്. ആ ശബ്ദമാധുര്യം നമ്മളെ വല്ലാതെ കേട്ടിരുത്തും, നമ്മളെ വല്ലാതെ കോർമയിൽ കൊള്ളിപ്പിക്കും. അവരുടെ ആകാര സൗട്ടവം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. അവരെ നിങ്ങളെ ശത്രുവാണ്, സൂക്ഷിച്ചോളൂ എന്ന് ഖുർആൻ പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ഇവരുടെ അടയാളം എന്തെന്നറിയോ? തഹിയ്യത്തുഹും ലഅനാ തആമുഹും നഹ്ബാ. തഹിയ്യത്തുഹും ലഅനാ, അവരുടെ അഭിവാദനം ശാപവാക്കാണ്. മുനാഫിക്കിന്റെ അടയാളം പറഞ്ഞു തരാം. പള്ളിയിലെ ഉസ്താദ് വരികയാണ്. ആ ഉസ്താദ് വരുമ്പോ ചില ആളുകൾ വഴി നിൽക്കും. ഉസ്താദ് എങ്ങോട്ടാ? എന്തൊരു ഭവ്യത, ബഹുമാനമാണ്. ഉസ്താദ് എങ്ങോട്ടാ? ഉസ്താദ് പറയും, ഞാൻ പുറത്തോട്ട് പോവാൻ. ആ ശരി ഉസ്താദെ, സുഖാണല്ലോ, എത്ര നല്ല സംസാരം. ആ നിൽക്കുന്ന നിപ്പ കണ്ട നമുക്ക് വലിയ ആദരവ് തോന്നും. കാണുമ്പോ വല്ലാത്ത അത്ഭുതം, സംസാരം വല്ലാത്ത മാധുര്യം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഉസ്താദ് എങ്ങോട്ട് പോണു എന്ന് ചോദിച്ച ആള് ഉസ്താദ് അങ്ങോട്ട് പോകും പറയും, ഇവൻ ആരെന്നറിയോ? ഇനി ഉസ്താദാണെങ്കിൽ തിരിച്ച്, സാർ എങ്ങോട്ടാ പോകുന്നേ? സാറ് പറയും, ഞാൻ പുറത്തോട്ട് പോവാൻ. ആ സാറിന് സുഖമാണോ, വീട്ടുകാർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുക. സാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയും, ഇവൻ ലോകം കണ്ട മുഫ്തിനാണ്. ഇവൻ ആരെന്നറിയോ? തഹിയ്യത്തുഹും ലഅനാ, അഭിവാദനം മുഴുവനും ശാപവാക്കാണ്. ഇത് പ്രിയപ്പെട്ടവരെ ലക്ഷണം മുനാഫിക്കിന്റേതാണ്. രണ്ടാമത് പറഞ്ഞ തആമുഹും നഹ്ബാ, ഇവൻ കഴിക്കുന്നതൊക്കെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചുമാണ്. ആളുകളെ പിടിച്ചു പറിച്ചാ തിന്നുന്നത്, ആളുകളെ തട്ടിച്ചിട്ടാണ് അവന് ഭക്ഷണം കഴിക്കുന്നത്. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഇനി പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ. മുനാഫിക് എന്ന 4ാമത്തെ ശത്രുവിന്റെ അടയാളം റസൂലുള്ളാഹി പറഞ്ഞത്, ലാ യഖറബൂനൽ മസ്ജിദ ഇല്ലാ ഹജ്റാ. ഈ കാക്ക പെരുന്നാളിനെ പള്ളി കയറൂ. മുനാഫിക് അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം. പല സൈസാണ്. ചിലര് പെരുന്നാളിന് മാത്രം. പണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ പോയിട്ട് എങ്ങനെയോ കൂട്ടുകാരന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പണ്ടെങ്ങാനും പള്ളി പഠിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. മയ്യത്ത് നിസ്കാരത്തിന് പോയി നിസ്കരിച്ചിട്ട് വെളിയിറങ്ങിട്ട് ചോദിക്കുന്നു, അല്ല ഇപ്പൊ റുക്കുവും സുജൂദും ഒക്കെ നിർത്തിയാ? മയ്യത്ത് നിസ്കാരത്തിൽ റുക്കുവും സുജൂദും ഇല്ലല്ലോ. ഈ കാക്ക പണ്ട് മദ്രസയെ പഠിപ്പിച്ചപ്പോ ഉസ്താദിന്റെ അടി കൊണ്ട് പള്ളി കയറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വിഭാഗം. പിന്നെ അല്പം കൂടെ ഈമാൻ ഇച്ചിരി കൂടുതലുള്ള ചില ആളുകളുണ്ട്. വെള്ളിയാഴ്ച മാത്രം പള്ളി കയറും, വെള്ളിയാഴ്ചയും കൂടെ കയറും, പെരുന്നാളിന് മാത്രമല്ല. ഇച്ചിരി അല്പം കൂടെ ഈമാൻ അങ്ങോട്ട് കൂടുതലുള്ള ആളുകളുണ്ട്. അവർ മഗ്‌രിബ് ഇശാഇന് കറക്റ്റ് പള്ളിയിൽ കാണും. കാരണം ഇത് രണ്ടിന്റെ ഇടയിൽ വേറെ തിരക്കൊന്നുമില്ല. സുബഹി കഴിഞ്ഞാൽ ഉറങ്ങണം, കാപ്പി കുടിക്കണം. ലോഹർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, ജോലിയുണ്ട്. അസർ കഴിഞ്ഞാൽ ചായ കുടിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇശ കഴിഞ്ഞാൽ ഉറങ്ങണം. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 20 മിനിറ്റ് പുറം പള്ളിയിൽ നല്ല ഫിത്ന കൗണ്ടർ ഉണ്ട്. ഫിത്നയുടെ കൗണ്ടർ ഉണ്ട്. അവിടെ പോയി ഇരിക്കുക. പള്ളിയുടെ ഉസ്താദിൽ ബിസ്മിയും ചൊല്ലി ഖത്തീബ് പോലെ തുടങ്ങി നാട്ടിലെ മുഴുവൻ ആളുകളെ പറ്റിയും ഫസാദ് പറഞ്ഞ് ഇശാക്ക് ബാങ്ക് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ ഒരു നിസ്കാരം, പൊട്ടിക്കരഞ്ഞൊരു ദുആ, എഴുന്നേറ്റൊരു പോക്ക്. വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ മൺവെട്ടി എടുത്തൊന്ന് കിളച്ചിട്ടൊരു 10 മൂട് മരിച്ചിനി വെച്ചൂടെ? എത്ര നല്ല എക്സർസൈസും ആയി, മരിച്ചിനില്ല. ഒരു ഉപയോഗം ഇല്ല പള്ളി വരുന്നത്, ഒരു ഉപയോഗം ഇല്ല. ഉള്ളതുപോലെ പറയണം. ഇഷ്ടപ്പെട്ടി അടുത്തെല്ലാം വിളിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഇല്ല ഹജ്റ, ഇടയ്ക്കിടയ്ക്ക് മാത്രം പള്ളിയിൽ വരും, വല്ലപ്പോഴും ഒരിക്കൽ വരും. നിഫാഖിന്റെ അടയാളമാണ്. തീരുന്നില്ല, മറ്റൊരടയാളം, ലാ യഅ്തൂന സലാത്ത ഇല്ലാ ദുബറാ. ജമാഅത്ത് തീർന്നിട്ട് പള്ളിയിൽ വരും ചില ആളുകൾ. നിസ്കാരം ഒരു ദിവസം പറ്റി പോട്ടെ, 2 ദിവസം പറ്റി പോട്ടെ, എന്നും ഇയാള് പള്ളിയിൽ വരുന്നത് ജമാഅത്തിന് കൂടൂല. എല്ലാരും ജമാഅത്ത് കഴിഞ്ഞ് പോകുമ്പോ പുറത്തു വന്നൊരു നിസ്കാരം, ലാ യഅ്തൂന സലാത്ത ഇല്ലാ ദുബറാ. ഈ മനുഷ്യന്റെ നിസ്കാരം പിന്തിയുള്ള നിസ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, തീരുന്നില്ല. മുസ്തക്ബിരി, അഹങ്കാരിയാണ്, മിണ്ടാൻ പറ്റൂല. കടിച്ചു കീറുന്ന ഏതോ
വലിയ ഒരു രൗദ്രതയുള്ള ക്ഷുദ്രജീവിയുടെ സ്വഭാവമാണ്. ലാ യഅലിഫൂന വലാ യുലഫൂൻ. ഒരു മയവും ഇല്ല. സംസാരിക്കാൻ പറ്റൂല, കാണ്ടാമൃഗത്തിന്റെ സംസാരം മിണ്ടാൻ പറ്റൂല, മുനാഫിക്കിന്റെ അടയാളമാണ്. ഇനിയോ റസൂലുള്ള പറയുന്ന രണ്ടെണ്ണം കൂടെ ഖുശ്ബും ബില്ലൈലി, രാത്രി കൊന്നത്തടി പോലെ കിടന്നുറങ്ങും. ചോദിച്ചു നോക്ക് ഭാര്യയോട്, വടവൃക്ഷം വീണതുപോലെ ഒരു ഉറക്കമാണ്, രാത്രി നിസ്കരിക്കൂല, ഒരൊറ്റ ഉറക്കമാണ്, ഒരു തടി കഷണം കിടക്കും പോലെ കിടക്കുന്നു. ഇനി നേരം വെളുത്തെഴുന്നേറ്റാലോ സഹബും ബിന്നഹാർ, പകലോ ഇവന്റെ വാ തുറന്ന പ്രശ്നമാണ്. പള്ളിയിൽ ബഹളം, ഓഫീസിൽ ബഹളം, കമ്മിറ്റിയിൽ ബഹളം, പള്ളിപ്പറമ്പിൽ ബഹളം, മദ്രസയിൽ ബഹളം, കമ്പോളത്തിൽ ബഹളം, എവിടെ പോയാലും ബഹളം. ഇവന് വാ തുറന്നാല് പ്രശ്നം തന്നെയാണ്. ഇത് മുനാഫിക്കിന്റെ അടയാളമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുട് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി അഞ്ചാമത്തെ ശത്രു ഏതെന്നറിയോ? കാഫിറാണ്. ആറാമത്തേത് യഹൂദികളാണ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ 6 ശത്രുക്കളെ പറഞ്ഞു. ഒന്നാമത്തേത് ശൈത്താനാണ്, രണ്ടാമത്തേത് പരസ്പരം നമ്മൾ ശത്രുവാകലാണ്, മൂന്നാമത്തേത് കുടുംബമാണ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, നാലാമത്തെ ശത്രു അല്ലാഹു പരിചയപ്പെടുത്തി മുനാഫിക്കാണ്, കപടന്മാരാണ്, അഞ്ചാമത്തേത് കാഫിറുകളാണ്, ആറാമത്തേത് അല്ലാഹു പറയുന്നു യഹൂദികളാണ്. ലതജിദന്ന അശദ്ദന്നാസ് അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്, ജൂതന്മാരാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നു ശത്രുക്കൾ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.